ഇന്നലത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FC മത്സരത്തിലൂടെ അതിഗംഭീര തിരിച്ചുവരവാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയത്. ആദ്യ പകുതിയിൽ തന്നെ മികച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരുന്നത്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ തന്നെ രണ്ട് ടീമുകളും ഓരോരോ ഗോൾ വീതമാണ് നേടിയത്. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ തുടർച്ചയായ ആക്രമണങ്ങളായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. രണ്ടാം പകുതി സമയം അവസാനിക്കുമ്പോഴും രണ്ട് ടീമുകളും 1-1 എന്ന നിലയിലായിരുന്നു ഗോൾ നില ഉണ്ടായിരുന്നത്. പിന്നീട് അധികമായി അനുവദിച്ച 5 മിനിറ്റിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു അത്യുഗ്രൻ ഗോൾ നേടുന്നത്. തൊട്ടടുത്ത് തന്നെ നിമിഷം മറ്റൊരു ഗോൾ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് നേടുന്നുണ്ടെങ്കിലും അത് ഓഫ് സൈഡിൽ നിന്നൊരു ഗോൾ എന്ന നിലയിൽ അത് അസാധുവായി പോവുകയായിരുന്നു. എന്നിരുന്നാലും പൊതുവെ ഇന്നലത്തെ മത്സരം ആകെ പരിശോധിച്ചു കഴിഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച രീതിയിലുള്ള ഒരു ഗോൾ വേട്ട തന്നെയായിരുന്നു ഇന്നലെ നടന്നിരുന്നത്. പുതിയ പല പരീക്ഷണങ്ങളും ടീമിൽ നടത്തിയത് കേരള ബ്ലാസ്റ്റേഴ്സിനെ തുടർച്ചയായി വിജയങ്ങളിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ മത്സരത്തിലും 2 ഗോളുകൾ നേടി കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരുന്നു. ആ നിലയിൽ തന്നെയാണ് ഇന്നലത്തെ മത്സരത്തിലും ഒഡീഷ FCക്കെതിരെ മികച്ചൊരു മുന്നേറ്റം കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയത്. ആകെ 11 മത്സരങ്ങളാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിന് ഇറങ്ങിയത്. ഈ 11 മത്സരങ്ങളിൽ 3 മത്സരങ്ങളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം നേടുവാൻ കഴിഞ്ഞത്. ആ 3 മത്സരങ്ങൾ എന്ന് പറയുന്നത് അവസാന 2 മത്സരങ്ങളുടെയും വിജയം കൂടി ചേരുമ്പോഴാണ് 3 വിജയങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചത്. 2 മത്സരങ്ങളിൽ സമനിലയിൽ എത്താനാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞത്. ഇതുവരെയുള്ള ആകെ മത്സരങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 6 മത്സരങ്ങളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയം രുചിക്കേണ്ടി വന്നത്. നിലവിൽ കഴിഞ്ഞ ദിവസത്തെ അപ്ഡേഷൻ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് 11ാം സ്ഥാനത്താണ്. ആകെ 14 ടീമുകളാണ് ഈ ISL സീസണിൽ മത്സരത്തിന് ഇറങ്ങുന്നത്. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ഏറെ പിന്നിലായിരുന്നു ഒഡീഷ FC. ഇന്നലത്തെ മത്സരം കൂടിയാകുമ്പോൾ ആകെയുള്ള 8 മത്സരങ്ങളിൽ കേവലം 1 മത്സരത്തിൽ മാത്രമാണ് ഒഡീഷ FCക്ക് വിജയിക്കുവാൻ കഴിഞ്ഞത്. ആ നിലയിൽ ആകെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒട്ടേറെ വിഷയങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി നിലനിൽക്കുന്നു. പ്രധാനമായും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഔദ്യോഗിക ഫാൻ ഗ്രൂപ്പായിട്ടുള്ള മഞ്ഞപ്പട ഈ സീസണിൽ ടീമിനുള്ള പിന്തുണ പിൻവലിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ വലിയ തോതിൽ ഗ്രൗണ്ടിൽ എത്താത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും തൊട്ട് മുമ്പത്തെ മത്സരത്തെ അപേക്ഷിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്നലത്തെ മത്സരത്തിന് കുറേയും കൂടി ആരാധകർ കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ട് കൂടിയാണ് കൊച്ചി സ്റ്റേഡിയം. ഈ കൊച്ചി സ്റ്റേഡിയത്തിലേക്ക് കഴിഞ്ഞ മത്സരത്തിന് കുറേയും കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എത്തിയിരുന്നു. നമുക്കറിയാം മഞ്ഞപ്പട ഈ മത്സരം ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നലെ കുറച്ചും കൂടി അധികം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഗ്രൗണ്ടിലെത്തിയത്. ഈ നിലയിൽ ആദ്യഘട്ടത്തിലൊക്കെ ടീമിൻ്റെ മോശം പെർഫോമൻസ് ആണ് ആരാധകരെ തുടർച്ചയായി നിരാശയിലാക്കിയതെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിലെ മികച്ച മുന്നേറ്റം തുടർച്ചയായി കഴിഞ്ഞ 2 മത്സരങ്ങളിലും കണ്ട ഒരു ഗോൾ വേട്ട എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ വീണ്ടും അവരുടെ ഹോം ഗ്രൗണ്ടിൽ അവരുടെ പ്രിയപ്പെട്ട ടീമിനെ പിന്തുണയ്ക്കുന്ന നിലയിലേക്ക് ഗ്രൗണ്ടിൽ എത്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നുവെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും വരാനിരിക്കുന്ന മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അതീവ നിർണായകം തന്നെയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.